കോഴിക്കോട് വെള്ളയിൽ ജനവാസ മേഖലയിൽ തീപിടുത്തം. പണിക്കർ റോഡിലെ കാർ സർവീസ് സെന്ററിനാണ് തീപിടിച്ചത്. തൊട്ടടുത്ത കയർഫെഡ് റീജിയണൽ ഓഫീസിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. അതേസമയം തീപിടുത്തം അറിയിച്ചിട്ടും ഫയർഫോഴ്സ് എത്തിക്കാൻ വൈകിയെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. രാവിലെ 10:30ഓടെയാണ് വെള്ളയിൽ പണിക്കർ റോഡിലെ സർവീസ് സെന്ററിന്റെ പെയിന്റ് ബൂത്തിന് തീപിടിച്ചത്. തീ പടർന്നു പിടിച്ച തെങ്ങിന് മുകളിൽ വരെ എത്തിയിരുന്നു. ബീച്ച്, മീൻചന്ത എന്നിവിടങ്ങളിൽ നിന്ന് 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. സർവീസ് സെന്ററിന് തൊട്ടടുത്ത് നിരവധി വീടുകളും കയർ ഫാക്ടറികളും ഉള്ളതിനാൽ തീ അണയ്ക്കുന്നതുവരെ ജനങ്ങൾ വലിയ ഭീതിയിലായിരുന്നു. അതേസമയം തീപിടുത്തം അറിയിച്ചിട്ടും ഫയർഫോഴ്സ് എത്താൻ വൈകിയെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ഈ ഒരു സ്ഥാനത്തിലേക്ക് കത്തിക്കൊണ്ട് ഇവിടെ മൊത്തം ചൂടികളാണ്. ഈ ചൂടി കത്തി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് മൊത്തം ശരീരത്തിന് വീഴും. എല്ലാ ഇപ്പം വരുന്ന സാധനം ചെയ്ത് മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം കത്തിയിട്ടുണ്ട്. അതേപോലെ ഇതിന് സ്ഥിതി. ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിലവിൽ 1 യൂണിറ്റ് മാത്രമാണുള്ളത്. തീപിടുത്തമുണ്ടായ സമയം യൂണിറ്റ് മറ്റൊരിടത്ത് രക്ഷാപ്രവർത്തനത്തിലായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. നിലവിലെ സാഹചര്യത്തിൽ അതാ പറഞ്ഞ ആദ്യത്തെ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ പാവങ്ങാട് പോയിരിക്കുകയായിരുന്നു. ബീച്ചിലുള്ള 1 യൂണിറ്റ് അവിടെ സ്വാഭാവികമായിട്ട് ഫയർ ഉണ്ടാകുമ്പോൾ അവിടേക്കാണല്ലോ നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കുക. ശേഷം തൊട്ടടുത്തുള്ള ഇവിടെ കോൾ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനായ വെള്ളിമാടുന്ന് മീൻചന്തി നമ്മൾ കോൾ അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് സ്വാഭാവികമായിട്ടും വണ്ടി എത്താനുള്ള ഒരു സമയം എടുത്തിട്ടുണ്ടാവും. അതല്ലാതെ യാതൊരു വില ഡിലേയും ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നഗരത്തിന്റെ പലയിടങ്ങളിലും ഇടയ്ക്കിടെ തീപിടുത്തം ഉണ്ടാകാറുണ്ട് എന്നും ബീച്ച് ഫയർ സ്റ്റേഷനിൽ 5 യൂണിറ്റ് എങ്കിലും നിലനിർത്തണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഫയർ സ്റ്റേഷൻ കെട്ടിടം അപകടാവസ്ഥയിലായതിനാൽ യൂണിറ്റുകൾ മറ്റിടങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.